ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഇവിടെ നമുക്കറിയാവുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദാനിയലിനെ പറ്റിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ദാനിയലിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടക്കാം. ദാനിയലിന്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാം അധ്യായം 1-ാം വാക്യം. ദാനിയലിന്റെ യഹൂദ പുസ്തകം 1-ാം വാക്യം. 1-ാം വാക്യം. യെസ്. രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. അടുത്ത വാക്യം കൂടെ. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ മതി മതി. ഈ ഷിനാർ ദേശം എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതെ, ബാബേൽ ടവറിന്റെ കാര്യം പഠിച്ചു വന്നപ്പോൾ നമ്മൾ പഠിച്ച ഒരു സ്ഥലമാണ് ഷിനാർ ദേശം. കണ്ടോ? ഷിനാർ ദേശത്തേക്ക് കൊണ്ടുപോയി. ആരാണ് ഇവരെ ശത്രുക്കളുടെ കയ്യിൽ അല്ലെങ്കിൽ ബാബിലോണിയരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ആരാ ഏൽപ്പിച്ചത്? ബാബേൽ എനിക്ക് രാജാവായ എനിക്ക് തോന്നുന്നു 2-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ആൻറ്റി വായിച്ച ആ വാക്യത്തിൽ അതിന് ഉത്തരവുണ്ട്. ആരാണ് അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഇല്ലേ ബാബിലോണിയരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? നിങ്ങൾ ആ വായിച്ച വാക്യത്തിൽ നിന്ന് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരാണ് ഏൽപ്പിച്ചത്? ആരാണ്? വായിച്ചോ. കർത്താവ്. ദൈവം 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 യഹോവയായ ദൈവം എന്തോ ചെയ്തു? ആരെ ഏൽപ്പിച്ചു? ഇസ്രായേൽ മക്കളെ, യഹൂദ്യയിലുള്ള ജനത്തെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്തിനേൽപ്പിച്ചു? അതിന്റെ പിന്നിലുള്ള കാരണം അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്നൊന്ന് പറയാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ ബൈബിൾ ഉടനീളം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, കുറെ അധികം റെഫറൻസുകൾ അതിനുണ്ട്. പറയണമെങ്കിൽ അതൊരു വലിയ സ്റ്റോറിയാണ്. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ എപ്പോഴേലും പഠിച്ചാൽ അതിനെപ്പറ്റി നമുക്ക് പഠിക്കാമില്ലെങ്കിൽ താല്പര്യമുള്ളവർ അത് പഠിച്ചാൽ നല്ലതാണ്. ഹബക്കൂക്കിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദൈവമേ, എന്തിനാണ് ഇസ്രയേലിന്റെ നടുവിൽ ഇത്ര പീഡകൾ, അല്ലെങ്കിൽ പരിഹാസം, നിന്ന, ദുഷ്ടത, ഇതൊക്കെ ഞാൻ എന്തിനാ കർത്താവെ കാണേണ്ടി വരുന്നത് എന്നൊരു ചോദ്യം താൻ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1-ാം അധ്യായം 6-7 വാക്യം ഒന്ന് വായിക്കാമോ? ഹബക്കൂക്കിന്റെ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. സമയാസമയങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച് ഇസ്രായേൽ മക്കളോട് ആലോചനകൾ അറിയിച്ചു. എന്താണ് ആലോചനകൾ അറിയിച്ചത്? നിങ്ങൾ എൻ്റെ വചനം കേൾക്കണം, നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കണം. നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തോ അടിമത്തത്തിലേക്ക് പോകുമെന്ന് തന്നോട് പറയുന്ന വാക്കുകളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 6-7 വാക്യം. ഹബക്കൂക്ക് 1:6. ഞാൻ അതെ. ഉഗ്രതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ ഘോരവും ഇതിന്റെ ഭയങ്കര മുമ്പിലോട്ടുള്ള വാക്യങ്ങൾ വായിക്കണ്ട. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടാൽ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, എന്താണ് ഞാനിതൊക്കെ കാണേണ്ടി വരുന്നത്? എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ എന്നെ അനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്കെതിരെ ഉഗ്രതയും അതിശക്തമായ ഒരു ജാതിയെ ഞാൻ അയക്കും. അവരുടെ പേരാണ് ഏത്? ബാബിലോണിയൻസ്, കൽദേർ. അവർ വന്ന് നിങ്ങളെന്തു ചെയ്യും? അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. ഇതിന് ഒരുപാട് വാക്കുകളുണ്ട്. മീഖ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ പല സമയത്തും ദൈവം എന്തോ ചെയ്തു? ആലോചനകൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. ഇവരോട് പറയുന്ന വാക്കുകളാണ് എന്ത്? നിങ്ങൾ എൻ്റെ വചനം അനുസരിക്കണം, എൻ്റെ വാക്കുകൾ
കേൾക്കണം. എൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടാൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇല്ല, എൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങൾ എന്തോ ചെയ്യും? അടിമത്തത്തിൽ അടിമത്തത്തിലേക്ക് അയക്കും. ആമേൻ. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന, അല്ലെങ്കിൽ പല പ്രവാചകന്മാരും നമ്മളോട് പറയുന്ന ഒരു ദൂതുണ്ട്. ഏതാണെന്നറിയാമോ? ആവർത്തന പുസ്തകം 28-ാം അധ്യായം 13-ാം വാക്യം. ആവർത്തനം 28-13. നമുക്കൊക്കെ അറിയാവുന്നൊരു വാക്യമാണ്. കാണാതെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ അതിന്റെ ഇന്ന് രണ്ടാമത്തെ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ കണ്ടോ? ഇത് ഉയർത്തുന്നെ ആദ്യത്തെ പ്രാപിക്കും. ആദ്യത്തെ ആദ്യത്തെ വാക്ക് നമുക്ക് അത്ര സുപരിചിതമല്ല, പക്ഷെ രണ്ടാമത്തെ വാക്ക് നമുക്ക് ഭയങ്കര സുപരിചിതമാണ്. ഇത് പറയുന്നു, ഞാൻ നിന്നെ വാലല്ല, തലയാക്കും. തലയാ നീ താഴ്ചയല്ല. ഉയർച്ച പ്രാപിക്കും. ആ ഇത് നമുക്കൊരു പാട്ടൊക്കെ തന്നെ ഉണ്ട്. അതിന് ഉയർച്ച തന്നെ എന്നും പ്രാപിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ തന്നെ നമുക്കുണ്ട്. പക്ഷെ ഇതിൻ്റെ പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? യഹോവയുടെ ന്യായപ്രമാണം പാലിക്കണം, അവൻ്റെ വചനങ്ങളെ അനുസരിക്കണം. അങ്ങനെ ഒരാൾ യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാൻ തയ്യാറായാൽ, യഹോവയുടെ വചനം അനുസരിക്കാൻ തയ്യാറായാൽ, ദൈവം പറയുകയാണ്, എന്ത്? നീ വാലല്ല, നീ തലയായിരിക്കും. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്കിതുവരെ ഒന്ന് തല ഉയർത്തി നടക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? യഹോവയുടെ വചനവും ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ മതി. ഇന്ന് വരെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അനുസരിക്കുക. ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങളെ വിനയപ്പെടുത്തുക. ഇങ്ങനെ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞ ആലോചനയാണ് എന്ത്? നിങ്ങൾ എൻ്റെ വചനം കേട്ടനുസരിക്കണം, എൻ്റെ ന്യായപ്രമാണം അനുസരിക്കണം. അനുസരിച്ചാൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾ വാലല്ല തലയാകും, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. ഇങ്ങനെ ദൈവിക വാഗ്ദത്തങ്ങൾ കേട്ട് അനുസരിച്ചൊരു ജനം. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടു, അവരുടെ തലമുറകൾ ബാബിലോണിൻ്റെ അടിമത്തത്തിലാണ്. എങ്ങനെ ഇവർ ഈ ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് ഇവർ പോകേണ്ടി വന്നത്? നിങ്ങൾക്കറിയാമോ? അന്യതയുണ്ട്. അതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എങ്കിലും ഈ തലമുറകളെ പറ്റി പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 17-18. എന്ത് സംഭവിക്കും അവരുടെ തലമുറകൾക്ക്? 2 രാജാക്കന്മാർ 20-17-18. ഈ വാക്കുകൾ നിങ്ങൾ കുറിച്ചിടണം കേട്ടോ. ഈ വാക്കുകൾ നിങ്ങൾ കുറിച്ചിടണം. ഇത് ഇന്നത്തെ നമ്മുടെ ആധാരമായിട്ടുള്ള ഒരു വാക്കാണ്. അവസാനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വേണം. അതുകൊണ്ട് നിങ്ങളിത് കുറിച്ചിടണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 17-18 വാക്യം. ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ഡന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ നിങ്ങളൊരു വാക്ക് ശ്രദ്ധിച്ചോ? ഇവരെന്തോ ചെയ്യും? ബാബേൽ രാജാവിന്റെ കൊട്ടാരത്തിൽ പോകേണ്ടി വരും. പോയിട്ട് ഇവരെങ്ങനെയുള്ളവരായി മാറും? ഷണ്ഡന്മാർ ആയി തീരും, ആക്കി മാറ്റും എന്ന് ദൈവത്തിന്റെ ആലോചന പിതാക്കന്മാരോട് പറയുക. ഇനിയും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം 5-7 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബയിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും.
അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഇവിടെ രണ്ടിടത്തും നമ്മൾ വായിച്ചൊരു വാക്യം, തലമുറകൾ എന്തായി മാറും? അടിമകളായി മാറും. ഷണ്ണൻ ഒന്ന്, അടിമകൾ. രണ്ട്, ഷണ്ഡന്മാർ. ഷണ്ണന്മാരായി മാറും. കണ്ടോ? ദൈവം പിതാക്കന്മാരോട് പറയുന്ന അരുളപ്പാടുകളാണ്. ഒന്ന് പറയുന്നു, നീ എൻ്റെ വചനം അനുസരിച്ച് എൻ്റെ ന്യായപ്രമാണത്തെ കാത്താൽ നിങ്ങളെ വാലല്ല തലയാക്കും, താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. പക്ഷെ അതിനെതിരാണ് സംഭവിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ സകല സമ്പത്തും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ ആരടിമകളാക്കും? ബാബിലോണിയൻസ് അടിമകളാക്കും. എന്നിട്ട് അവർക്ക് എന്തോ ചെയ്യും? അവരെ ആരാക്കി മാറ്റും? ഷണ്ഡന്മാരായി മാറ്റും. ഷണ്ഡന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കത്ര സുപരിചിതമല്ല. എന്നാൽ പണ്ട് കാലത്ത് രാജകൊട്ടാരങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ അവരെന്തോ ആക്കും? ഷണ്ഡന്മാരാക്കി മാറ്റും. അന്ന് അതിനത്ര എഴുതപ്പെട്ട രേഖയൊന്നും ഇല്ലെങ്കിലും ഇന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് പുരാതന കാലത്ത് അവർക്ക് ശസ്ത്രക്രിയ നടത്തി അവരുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതാക്കും. എന്ന് വെച്ചാൽ അവർക്ക് കല്യാണം കഴിക്കാൻ എന്തോ പറ്റത്തില്ല. അവർക്ക് എന്തോ ആകത്തില്ല, തലമുറകൾ ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആരെയാക്കി മാറ്റും? ഇസ്രായേലിന്റെ പിൻതലമുറ. നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് ശ്രദ്ധിച്ചോ? ഒരു ചെറിയൊരു മിസ്റ്റേക്ക് തലമുറകളെ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടോ? അതാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചത്. അപ്പൊ ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് തുറക്കുന്നതായിരിക്കും. ഇനിയും നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. 1-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം. യെശയ്യാവിന്റെ റെഫറൻസ് ഒന്നുകൂടെ പറയണേ. യെശയ്യാവ് 39-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇനി നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലേക്കൊന്ന് കടന്നു വരാം. ദാനിയേലിന്റെ പുസ്തകത്തിൽ 6-ാം വാക്യം, സോറി 3-ാം വാക്യം. അനന്തരം രാജാവ് തന്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. കണ്ടോ? ഇത് ആരോടാ പറയുന്നത്? രാജധാനി വിചാരകനോട്. ഷണ്ഡന്മാരിൽ പ്രധാനി എന്ന് വെച്ചാൽ രാജാവിന്റെ സന്നിധിയിൽ സേവ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ അവരെന്തോ ആക്കി മാറ്റും? ഷണ്ഡന്മാരാക്കി മാറ്റും. അങ്ങനെയുള്ള പ്രധാനിയെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇപ്പൊ എന്തോ ചെയ്യണം? ഇസ്രയേലിൽ നിന്ന് നമ്മൾ പിടിച്ചോണ്ട് വന്നില്ലേ, അതിൽ കുലീനരായ രാജകുടുംബത്തിൽ പിറന്ന തലമുറകളുണ്ടല്ലോ, അതിൽ നീ എന്ത് ചെയ്യണം? കുറച്ചുപേരെ സെലക്ട് ചെയ്യണം. കണ്ടോ? എന്ത് ചെയ്യണം? അവരെ ആരാക്കി മാറ്റാനാ? ഷണ്ഡന്മാരാക്കി മാറ്റാൻ. എന്നിട്ട് അവരുടെ പേരുകൾ, അതിലുള്ള 3 പേരുടെ പേര്, സോറി 4 പേരുടെ പേരുകൾ താഴെ പറയുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയോ? അസരിയാവ്, മിശായേൽ, ദാനിയേൽ, ഹനന്യാവ്, മിശയേൽ, അസറിയാവ് എന്നീ യഹൂദ പുത്രന്മാരും എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എത്ര പേരെയാ തിരഞ്ഞെടുത്തെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഈ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഈ 4 പേരുണ്ടായിരുന്നു. അപ്പൊ അവരിപ്പോ ആരാ? ഇത് 3 വർഷത്തെ ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ 3 വർഷത്തെ ഒരു ട്രെയിനിങ്ങാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ പുരാതന ഇതുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ പഠിച്ചാൽ കാണുന്നത് ശസ്ത്രക്രിയ പോലുള്ള അല്ലെങ്കിൽ പുരാതന മെഡിസിനുകളൊക്കെ കൊടുത്ത് ഇവരുടെ പ്രത്യുൽപാദന ശേഷി ഇല്ലാതെ, അതുകൊണ്ടാണ് ദാനിയേലിന്റെ കുടുംബത്തെ പറ്റി, ദാനിയേലിനെ പറ്റി ഒന്നും ദൈവവചനത്തിൽ പറയാത്തത്. ദാനിയേൽ ഒരു ഒറ്റ മനുഷ്യനായിരുന്നു.
ദാനിയേലിന് തലമുറകളില്ലായിരുന്നു. കണ്ടോ, ഒരു ദൈവം മുമ്പേ വാണിങ് കൊടുത്തതാ പിതാക്കന്മാരോട്. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾ എന്തോ ചെയ്യും? അടിമകളായി മാറും. അവരെ അവർ ഷണ്ണന്മാരാക്കി മാറ്റും. അവർക്കൊരു തലമുറ ഇല്ലാതെ അവരെന്തോ ചെയ്യും? അവിടെ കൊണ്ട് തീരും, അവിടെ കൊണ്ട് തീരും, അവിടെ കൊണ്ട് തീരും. തലമുറകളെ അടിമകളാക്കി അവിടെ കൊണ്ട് നിർത്തുന്നു ബാബിലോണിയൻസ്. അപ്പം അങ്ങനെ ഒരു കൂട്ടം യൗവനക്കാരെ, ഏകദേശം 15 വയസ്സ് മുതലുള്ള ആൾക്കാരെ ഇവരെ തെരഞ്ഞെടുത്തത്. നല്ല യൗവനപ്രായം. അങ്ങനെയുള്ളവരെ ഇവരെന്തോ ചെയ്തു? തെരഞ്ഞെടുത്തു. അതിൽ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേരാണ് 6-ാം വാക്യം എന്ന് പറയുന്നത്. ദാനിയേൽ, ഹനന്യാവ്, മിശേൽ, അസറിയാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ണാധിപൻ അവർക്ക് ആദ്യം അവരെ തെരഞ്ഞെടുത്തപ്പോൾ ചെയ്ത കാര്യം എന്താണെന്നറിയോ? അവരുടെ പേരങ്ങ് മാറ്റി. അവരുടെ പേരെന്തോ ചെയ്തു? അങ്ങ് മാറ്റി. പലപ്പോഴും അങ്ങനെ നമ്മളൊക്കെ അല്ലെങ്കിൽ ഒരാൾ വിശ്വാസത്തിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ മറ്റ് പല മതങ്ങളിലേക്ക് പോകുമ്പോഴോ ആദ്യം ചെയ്യുന്ന കാര്യം എന്തോ? പേരങ്ങ് മാറ്റും, ഐഡന്റിറ്റി അങ്ങ് മാറ്റും. കാര്യം അവരുടെ പൂർവിക ഇത് ഏതാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി അവരെന്തോ ചെയ്യും? പേര് മാറ്റും. നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഗെയിം കളിക്കുന്നവരാണ്. എൻ്റെ കുഞ്ഞുങ്ങളും അവർക്ക് ചെറിയ ടാബ്ലറ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് അവരെന്ത് ചെയ്യുന്ന ഗെയിം കളിക്കുന്നവരാണ്. അപ്പോൾ ഈ ഗെയിം കളിക്കുന്ന കുഞ്ഞുങ്ങളോട് ഒക്കെ നമ്മൾ അവരുടെ ടാബ്ലറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളൊരു പേരാണ് ഈ ഗെയിമിനിടുന്നത്. ഇപ്പം എൻ്റെ മോൻ്റെ പേര് എലൈജ എന്നാണ്, പക്ഷെ അവനിട്ടിരിക്കുന്ന പേര് എലൈജ എന്നൊന്നുമല്ല, ടൈഗർ എന്നോ ലയണെന്നോ ഒക്കെയാണ്. എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ ഒരു ഇതാണെന്ത്? പേര് മാറ്റി. ഇതാര് മാറ്റി? ബാബിലോണിയൻസ് മാറ്റി. ദാനിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം എൻ്റെ ന്യായാധിപനെന്നായിരുന്നു. അതിനു പകരം ദാനിയേലിനിട്ട പേര് ബെൽഷസർ എന്ന് വെച്ചാൽ ബാൽ അവൻ്റെ ജീവനെ കാത്തു സൂക്ഷിക്കട്ടെ എന്നാണ്. കണ്ടോ, പേര് മാറ്റി. ദൈവീക മഹത്വമുള്ള പേര് മാറ്റി. ഹനന്യാവിൻ്റെ പേരിൻ്റെ അർത്ഥം യഹോവ കരുണയുള്ളവൻ എന്നാണ്. അതിനു പകരം ശദ്രക്ക് എന്ന് പേരിട്ടു. അത് ചന്ദ്രദേവൻ്റെ കൽപ്പന അനുസരിക്കുന്നവൻ എന്നൊക്കെയാണ്. ദ ഗോഡ് ഓഫ് മൂണിൻ്റെ പേരാണ് അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്നത്. മിഷേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഹൂ ഈസ് ലൈക്ക് ഗോഡ്, ദൈവത്തെ പോലെ ആരുള്ളൂ എന്നാണ്. എന്ത് മനോഹരമായ പേര്. അതിനു പകരം മേശക്കെന്നിട്ടു. അക്കുദേവൻ അല്ലെങ്കിൽ ദേവനെ പോലെ അല്ലെങ്കിൽ ചന്ദ്രദേവനെ പോലെ ആരുണ്ടെന്നാക്കി അവൻ്റെ പേര്. അസറിയ എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ സഹായിച്ചിരിക്കുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ പേര് അബീദനഗോബെന്നാക്കി. നബു അല്ലെങ്കിൽ നെബോ ദേവൻ്റെ ദാസൻ എന്നാക്കി. കണ്ടോ, അങ്ങനെ പേരുകൾ ആദ്യം അവരുടെ മാറ്റി. ഒന്ന്, അവരുടെ പേര് മാറ്റി. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ആഹാരം എന്തോ ഇതു മാറ്റി. നമുക്കത് കാണാൻ കഴിയുന്നത് അടുത്ത വാക്കിലാണ്. നമ്മൾ വായിച്ച ആ വാക്കിലാണ്, 8-ാമത്തെ വാക്യം. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുത് എന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, തങ്ങളുടെ ദേവന്മാർക്ക് അർപ്പിച്ചതിൻ്റെ ഫുഡിൻ്റെ ഒരു ഭാഗമാണ് രാജധാനിയിലുള്ളവർ ഭക്ഷിച്ചിരുന്നത്. അല്ലെങ്കിൽ ഒരു ഇസ്രയേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളായിരുന്നു അവിടെ സെർവ് ചെയ്തിരുന്നത്. എന്നാൽ ദാനിയേലും കൂട്ടുകാരൻ ഡിസൈഡ് ചെയ്തു, ഇല്ല, ഞങ്ങളെന്തോ ചെയ്യത്തില്ല, അശുദ്ധമാക്കത്തില്ല. അപ്പം എന്നെ കേൾക്കുന്നവരെ, ഏതൊക്കെ സാഹചര്യമാണ്, നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ കുറ്റം പറയും. എന്നാൽ ഇവിടെ ഇത്രയും വലിയൊരു സാഹചര്യത്തിന് നടുവിൽ ഇതിനി ഇവരെന്തൊക്കെയാണ് പഠിച്ചതെന്ന് അടുത്ത വാക്കുകൾ വരുമ്പോൾ നമുക്ക് വളരെ വിശദമായിട്ട് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് ഇവർ പഠിച്ചത്? ഈ ബാബിലോണിലുള്ള സകല വിദ്യയും സകല കാര്യങ്ങളും ഇവരെന്ത് വേണം? പഠിക്കണം. അതെന്തൊക്കെയാണെന്ന്
അടുത്ത വാക്കുകളിലുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ ഇന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല, സമയച്ചുരുക്കം മൂലം. എന്നാൽ ഇതിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, ഇസ്രയേൽ, യഹൂദ്യയിലുള്ള ഇവർ സമയാസമയങ്ങളിൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തു. എന്തരുളി ചെയ്തു? ഇവരോട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനമാണ്, നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ടനുസരിച്ചാൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളത് കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? യഹോവയാൽ ശപിക്കപ്പെട്ടവരായി മാറും. യഹോവയാൽ ശപിക്കപ്പെട്ടവരായി മാറും. ഇത് തുടങ്ങാൻ പല കാരണങ്ങളുണ്ട്. എന്നാൽ അതിൽ ഒരു കാരണം ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നത്, നമുക്കൊക്കെ അറിയാവുന്ന ഒരു യഹോഭക്തനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഹിസ്കിയ രാജാവെന്നാണ്. ഈ ഹിസ്കിയ രാജാവിനെ പറ്റി എവിടാണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? യെശയ്യാ 38 ഒന്ന് വായിക്കാമോ ഹിസ്കിയ രാജാവിനെ പറ്റി? ദൈവം സൗഖ്യമാക്കിയ വ്യക്തി. അതെ. ഒന്ന് വായിച്ചു. പ്രാർത്ഥനയാൽ ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. റെഫറൻസ് കൂടെ ഒന്ന് പറഞ്ഞേക്കാൻഡി. യെശയ്യാ 38 1 വാക്യം വായിക്കുന്നത്. 1 വാക്യം. അതെ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്നോർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. വായിച്ചോ. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവ താൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരടയാളം ആകും. ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം തിരിയുമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. യഹൂദ രാജാവായ ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയ എഴുത്ത്, എന്റെ ആയുസ്സിൻ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിൽ. മതി. നമുക്ക് അറിയാവുന്ന ചരിത്രമായതുകൊണ്ട് നമുക്ക് അത്ര കൊണ്ട് നിർത്താം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വ്യക്തി യഹോവ ഭക്തനായ നല്ലവനായ ഒരു രാജാവ്. അദ്ദേഹത്തിന് എന്തോ ചെയ്തു? ഒരു ദീനം പിടിപെട്ടു. ദൈവം പറയുകയാണ്, മാനെ നിന്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തോ ഭയങ്കര വിഷമമായി. പുള്ളി ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഈ കൊടും ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു. നമ്മൾ പലരും അങ്ങനെ ദൈവഹിതമല്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അദ്ദേഹം എന്തോ ചെയ്തു? ദൈവത്തിൻ്റെ ഹിതം അന്ന് താൻ മരിച്ച് നല്ലൊരു വ്യക്തിയായി ദൈവസന്നിധിയിൽ എടുക്കപ്പെടണമെന്നായിരുന്നു. എന്നാൽ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ പറ്റത്തില്ല, ഞാൻ ചെയ്തതൊക്കെ നീ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ താൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്തോ ചെയ്തു? പ്രാർത്ഥന കേട്ടു, പ്രവാചകനെ തിരിച്ചു വരുത്തി. എന്നിട്ട് അവിടെ വലിയൊരു അത്ഭുതം സംഭവിക്കുക. എന്താണ് അത്ഭുതം? ഒന്ന്, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തതുപോലെ എന്തോ ചെയ്തു? സൂര്യ ഘടികാരകത്തിന്റെ 10 ഇത് പിന്നോട്ട് പോയി. അത് വലിയൊരു അത്ഭുതം, അന്ന് വരെ നടന്നിട്ടില്ലാത്തൊരു സംഭവം. താനെന്തോ ചെയ്തു? സൗഖ്യമായി. ഇത് നാട് മുഴുവൻ അറിഞ്ഞു. തനിക്ക് വലിയൊരു പരിവേഷം കിട്ടി. എന്ത്? ദൈവം കൂടുള്ളവൻ, ദൈവം അനുഗ്രഹിച്ചവൻ. പിന്നീടുള്ള തൻ്റെ കാലങ്ങളൊക്കെ
ഇച്ചിരി വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന കാര്യം. ഒരു തലമുറ എങ്ങനെ നശിച്ചു പോകുന്നതിന് ഒരു പിതാവ് കാരണക്കാരനായി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവഹിതമല്ലാത്തത് നാം അപേക്ഷിച്ചാൽ, ദൈവഹിതമല്ലാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെങ്കിൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ആൻറ്റി വായിച്ച അധ്യായങ്ങൾ അടുത്ത പോർഷനിലേക്ക് വരുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വായിക്കേണ്ട വാക്യം 2 ദിനവൃത്താന്ത പുസ്തകം 32 അധ്യായം 31 വാക്യം. മുപ്പത് തൊട്ട് വായിച്ചു. എത്ര 2 ദിനവൃത്താന്തം 32 അധ്യായം 30 31 വാക്യങ്ങൾ. ഈ ഹെസിക്യാവ് തന്നെ ഗീഹോൻ വെള്ളത്തിന്റെ മേലത്തെ ഒഴുക്ക് തടുത്തു ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് താഴോട്ട് വരുത്തി. അങ്ങനെ ഹെസിക്യാവ് തന്റെ സകല പ്രവൃത്തികളിലും കൃതാർത്ഥനായിരുന്നു. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. ഹിസ്കിയാവിന്റെ മതി. ഇപ്പൊ എന്താ സംഭവിച്ചത്? അവന്റെ ഹൃദയം നിഗളിച്ചു. അപ്പൊ ദൈവം എന്തോ ചെയ്തു? വിട്ടുകൊടുത്തു. എന്തിനു വിട്ടുകൊടുത്തു? പരീക്ഷിക്കേണ്ടതിന്. ഇപ്പൊ ഈ അത്ഭുതം കാണാൻ ആരാ ഇവിടെ വന്നിരിക്കുന്നത്? ബാബേലിലെ പ്രഭുക്കന്മാർ എവിടെ വന്നു? ഹിസ്കിയാവിന്റെ അടുത്ത് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? അത് ദൈവത്തിൽ നിന്നൊരു പരീക്ഷണമായിരുന്നു. കണ്ടോ? പിന്നെ ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 20 അധ്യായം 12 തൊട്ട് 19 വരെയുള്ള വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20 ബലദാൻ എന്ന ബാബേൽ രാജ്യത്ത് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരുടെ വാക്ക് കേട്ട് തന്റെ ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലും തന്റെ ആയുധശാലയും തന്റെ ഭണ്ഡാരങ്ങളിൽ ഉള്ളതൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. എന്നാൽ ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ വന്നവനോട്, ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, അവർ ദൂരദേശത്ത് നിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ്, രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു. എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ല എന്ന് പറഞ്ഞു. യെശയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്കുക. രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ണന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന് യെശയ്യാവോട്, മതി. അപ്പൊ ഇത് എവിടുന്നാ വന്ന് എവിടുന്നാ തുടങ്ങിയെന്ന് ഇപ്പൊ മനസ്സിലായോ? 15 വർഷം കുട്ടി ചോദിച്ചു. ഒരു വലിയൊരു അത്ഭുതം നടന്നു. അത്ഭുതം കാണാൻ ആര് വന്നു? ബാബിലോണിൽ നിന്നുള്ളവർ വന്നു. വന്നപ്പം ഹിസ്കിയാവിന് എന്തോ ആയി? ഭയങ്കര സന്തോഷമായി കഴിഞ്ഞപ്പോൾ തൻ്റെ രാജ്യത്തുള്ള തൻ്റെ സ്വത്തുക്കളൊക്കെ ആരെ കാണിച്ചു?
ശത്രുക്കളെ കാണിച്ചു. ശത്രുക്കളെ കാണിച്ചു. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് കിട്ടുകയാണ് എന്ത്? ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ, ആ പരീക്ഷയിൽ പാസ്സാകാൻ കഴിയാത്ത ഹിസ്കിയാവ് എന്നോട് ദൈവിക ആലോചന പറയുകയാണ്. എന്ത്? നീ കാണിച്ചത് മുഴുവൻ നിനക്ക് നഷ്ടമാകും, മാത്രമല്ല നിന്റെ തലമുറകൾ. പക്ഷെ ദൈവം നീതിമാനായ ദൈവമാണ്. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ മകനും തൻ്റെ കൊച്ചുമകനും ഒക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പക്ഷെ എന്നാൽ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ സമയാസമയങ്ങളിൽ അറിയിച്ചുകൊണ്ടിരുന്നു. അവരോട് ദൈവിക ദൂതുകൾ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ദൈവത്തെ അനുസരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ജെരമ്യാ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്. ജെരമ്യാ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 22 വാക്യം ഒന്ന് വായിക്കാമോ? ജെരമ്യാ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 22 വാക്യം. 36:22 മുതലുള്ള വാക്യങ്ങൾ. ജെരമ്യാ 36:22. ജെരമ്യാ പ്രവാചകനിലൂടെ ദൈവം അന്ന് ആലോചന 9-ാം പറയുക. മാസത്തിൽ അന്ന് 9-ാം മാസത്തിൽ രാജാവ് ഹേമന്ത ഗൃഹത്തിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ അതെ. മുമ്പാകെ നെരിപ്പോട്ടിൽ തീ കത്തിക്കൊണ്ടിരുന്നു. യഹൂദി 3-4 ഭാഗം വായിച്ച ശേഷം രാജാവ് എഴുത്തുകാരന്റെ ഒരു കത്തി കൊണ്ട് അത് കണ്ടിച്ച് ചുരുൾ മുഴുവനും നെരിപ്പോട്ടിലെ തീയിൽ വെന്തുപോകും വരെ നെരിപ്പോട്ടിൽ ഇട്ടുകൊണ്ടിരുന്നു. രാജാവാകട്ടെ ആ വചനങ്ങളൊക്കെയും കേട്ട ഭൃത്യന്മാരിൽ ആരെങ്കിലും ആകട്ടെ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ കളയരുത് എന്ന് എൽനാഥനും ദലയാവും ശമരിയാവും രാജാവിനോട് അപേക്ഷിച്ചു. എങ്കിലും അവൻ അവരുടെ അപേക്ഷ കേട്ടില്ല. മതി മതി. ഇത് യെരമ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുന്ന ആലോചനകൾ യെരമ്യാ പ്രവാചകന്റെ 25-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 1 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഈ ചരിത്രം ഒന്ന് പറഞ്ഞു വരികയാണ്. ഇതാണ് ആരാണ്? ഹിസ്കിയാ രാജാവിന്റെ സന്തത പരമ്പരയിൽപ്പെട്ട രാജാവാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അദ്ദേഹത്തോട് പറയുകയാണ് എന്ത്? ദൈവത്തിന്റെ വലിയൊരു ന്യായവിധി വരാൻ പോകുന്നു എന്ന് കേട്ടിട്ട് ന്യായവിധിയുടെ ദൈവിക ആലോചനകൾക്ക് മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ച സമർപ്പിക്കേണ്ട പ്രഭുക്കന്മാരും രാജാവും ചെയ്ത കാര്യം അവർക്കിത് ദേഷ്യം കയറി. യെരമ്യാവ് തൻ്റെ ഒരു സഹഭൃത്യനായ അല്ലെങ്കിൽ തന്നെ സഹായിക്കുന്ന ഒരു വ്യക്തിയായ ബാരൂഖിലൂടെയാണ് ഈ വചനങ്ങളെ എഴുതി എല്ലായിടത്തും വായിക്കാൻ പറയുന്നത്. അങ്ങനെ എഴുതി വെച്ച ഒരു ചുരുൾ ഇവർ വായിച്ചു കേട്ടപ്പോൾ, ദൈവീക ന്യായവിധി വരുന്നുവെന്ന് കേട്ടപ്പോൾ ഇവരെന്തോ ചെയ്തു? രാജാവിൻ്റെ ദേഷ്യം കയറി കത്തിയെടുത്ത് ഈ ചുരുള് കീറി അവിടെ ഉണ്ടായിരുന്ന തീക്കകത്തിട്ട് കളഞ്ഞു. അതുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല കേട്ടോ. ദൈവിക ന്യായവിധിയെ തടുക്കാൻ ചുരുള് കീറി കളഞ്ഞതുകൊണ്ടോ ഇതൊക്കെ തീയിലിട്ട് കത്തിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ ദൈവവചനം അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് കേട്ടപ്പോൾ രാജാവോ പ്രഭുക്കന്മാരോ മഹത്തുക്കളോ ആരും തന്നെത്താൻ താഴ്ത്തിയില്ല. അപ്പം എന്നെ കേൾക്കുന്നവരെ, ഇവിടെ ദൈവവചനം നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഒരു ദൈവീക വചനം എന്നെയും നിങ്ങളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും സ്പർശിച്ചാൽ ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനും കുടുംബത്തിനും തലമുറകൾക്കും അനുഗ്രഹമാണെന്ന് തോന്നിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്നുള്ളത്. ഈ ഹിസ്കിയാവിൻ്റെ കാര്യം നമ്മൾ വായിച്ചു വരുമ്പോൾ എന്നെ വളരെയേറെ വിഷമിപ്പിച്ചൊരു കാര്യം, നമ്മൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ചു 19 വരെയുള്ള വാക്യം. അതിനുശേഷം ഈ പ്രവാചകൻ വന്ന് അദ്ദേഹത്തോട് പറയുക, നീ കാണിച്ചതെന്താ? ഇതൊക്കെ ബാബേൽ രാജ്യത്തേക്ക് പോകും, നിന്റെ തലമുറകളെ അവർ പിടിച്ചോണ്ട് പോകും, അവർ ബന്ദികളാക്കും, അവരെ ഷണ്ണന്മാരാക്കും എന്ന് പറഞ്ഞിട്ട് ഈ രാജാവിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? അത് നിങ്ങൾ വായിച്ചായിരുന്നു? ഈ നമ്മൾ വായിച്ചത് 2 രാജാക്കന്മാരുടെ പുസ്തകമാണ്. അതിൻ്റെ 19-ാമത്തെ വാക്യം അല്ലെങ്കിൽ അതിന് 20. ആ അതിന് ഹിസ്കിയാവ് യെശയ്യാവോട്, നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു. കണ്ടോ ഇപ്പൊ പുള്ളി നോക്കുന്നത് തൻ്റെ കാലത്ത് എന്താ മതി? സമാധാനം മതി. നീ പറഞ്ഞത് നല്ലതെന്ന്
ദൈവികാലോചന എന്താണ് ദൈവികാലോചന? നീ കാണിച്ചതൊക്കെ ബാബേലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യന്റെ റെസ്പോൺസ് കണ്ടു. തന്നെത്താൻ താഴ്ത്താൻ മനസ്സില്ലാത്ത, തലമുറകളെപ്പറ്റി ചിന്തിക്കാത്ത, ദൈവിക ആലോചനയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അനുതാപമില്ലാത്ത ഒരു ഹൃദയം. എങ്കിൽ ഈ മനുഷ്യനാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ദൈവമേ എനിക്ക് ആയുസ് നീട്ടിത്തരണേന്ന് പറഞ്ഞ് കരഞ്ഞത്. നിന്നിൽ ഏകാഗ്രതയോടെ നിന്നെ സേവിച്ച മനുഷ്യനാണെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഇല്ല, അനുതാപമില്ല, കണ്ണുനീരില്ല. പലപ്പോഴും അങ്ങനെ ദൈവം നമുക്ക് പല നന്മകളും ദാനങ്ങളും ഒക്കെ തരുമ്പോൾ നമ്മൾ പലതുമൊക്കെ എന്തോ ചെയ്യും, മറന്നുപോകും. ഇതെന്നെ വളരെയേറെ ചിന്തിപ്പിച്ചൊരു പോർഷനാണ്. ഞാൻ ആലോചിക്കും, പലപ്പോഴും ഞാൻ ആലോചിക്കും, ദൈവം ഈ മനുഷ്യനെ, അന്ന് ഈ മനുഷ്യനെ യഹോവേ എൻ്റെ ജീവൻ നിൻ്റെ ഫലമേൽപ്പിക്കുന്നു, നിൻ്റെ ഇതം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ദൈവത്തിൽ നിന്നൊരു പരീക്ഷണം വരുമായിരുന്നോ? ഇല്ല, ബാബിലോണുകാർ ഇവിടെ വരുമായിരുന്നോ? ഇല്ല. അപ്പം ഇതിൻ്റെയൊക്കെ കാരണക്കാരനാരാ? ക്രിസ്ത്യാനി. അപ്പം നമ്മൾ ചോദിക്കും, ഇതൊക്കെ അറിയാനായിട്ട് പിന്നെ ദൈവം എന്തിനാ അയാൾക്ക് 15 വർഷം കൂടെ? പിടിച്ചു വെച്ച് പുള്ളി പ്രാർത്ഥിച്ചാൽ ഇപ്പൊ കരയുമായിരുന്നു. എന്തുവാ ആ കരച്ചിൽ കേട്ടില്ലെങ്കിൽ പുള്ളി ഇപ്പം ചിലപ്പം 21 41 ഒക്കെ ഉപവാസം പ്രഖ്യാപിച്ചേനെ. ദൈവത്തിന് മനസ്സിലായി ഈ കരച്ചിൽ കേട്ടില്ലെങ്കിൽ ഇനി അവൻ എന്തോ ചെയ്യും. ചിലപ്പോൾ 21 41 ഒക്കെ ഇരുന്ന് കളയും. എന്നെ കേൾക്കുന്നവരെ, ദൈവഹിതമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം നമുക്ക് മുന്നോട്ട് പോവാം. നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് തലമുറകൾ, ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് തലമുറകൾ അടിമത്തത്തിലേക്ക് പോകുന്ന കാര്യമാണ്. ഇവിടെയും ദാനിയലിനെ പറ്റി ഞാൻ ചെറിയ 1-2 കാര്യം പറഞ്ഞുള്ളൂ. ദാനിയലിനെയും കൂട്ടുകാരെ അവരെന്തോ ചെയ്യും, അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അവരെ ആരാക്കി മാറ്റി? ഷണ്ണന്മാരാക്കി മാറ്റി. അവരെ എന്ത് പഠിപ്പിച്ചു? സകല വിദ്യകളും, ബാബിലോണിലെ സകല വിദ്യകളും ജ്ഞാനവും ഒക്കെ അവരെ പഠിപ്പിച്ചു. ക്ഷുദ്രം ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവർ പഠിച്ചു എന്ന് ദൈവജനം പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നി, ഈ പുള്ളി പറയുന്നതൊക്കെ കറക്റ്റാണോ എന്ന്. അതുകൂടെ വായിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. രണ്ടാം അധ്യായം 2-ാം വാക്യം. 2-ാം വാക്യത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്: രാജാവ് ഒരു സ്വപ്നം കാണുന്നു, ആ സ്വപ്നം വിവർത്തനം ചെയ്യാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. 2-ാമത്തെ വാക്യം, 2-ാം അധ്യായം 2-ാം വാക്യം. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു. രാജാവ് അവനോട്, ഞാൻ ഒരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എന്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് 5-ാമത്തെ വാക്യം വേഴ്സ് 5. രാജാവ് കൽദയരോട് ഉത്തരം അരുളി ചെയ്തത്, വിധി കൽപ്പിച്ചു പോയി സ്വപ്നവും അർത്ഥവും അറിയിക്കാഞ്ഞാൽ നിങ്ങളെ കഷണം കഷണമായി ശകലിക്കുകയും വീടുകളും കുപ്പക്കുന്നാക്കുകയും ചെയ്യും. സ്വപ്നവും അർത്ഥവും 12-13. ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ച് അത്യന്തം ക്രോധിച്ച് ബാബേലിലെ സകല വിദ്വാൻമാരെയും നശിപ്പിപ്പാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ വിദ്വാൻമാരെ കൊല്ലുവാനുള്ള തീർപ്പ് പുറപ്പെട്ടു. അവർ ദാവീദിനെയും ദാനിയേലിനെയും കൂട്ടുകാരെയും കൂടെ കൊല്ലുവാൻ അന്വേഷിച്ചു. എന്നാൽ രാജാവ് കൊല്ലാൻ പ്ലാനിട്ട് ആരെയൊക്കെയാ? ദാനിയേലിനെയും കൂട്ടുകാരും. എന്തുകൊണ്ടാ രാജാവ് ആരെയൊക്കെ കൊല്ലാൻ ഇതാക്കിയത്? മന്ത്രവാദിയെ, ആഭിചാരന്മാരെ, ക്ഷുദ്രക്കാരെ, കൽദയന്മാരെ. കണ്ടോ? ഇവരെ കൊല്ലാൻ ഉദ്ദേശിച്ച കൂട്ടത്തിൽ ആരെയും കൊല്ലാൻ ഇപ്പൊ പ്ലാൻ ഇട്ടിരിക്കുക? ദാനിയേലിനെ. അപ്പൊ ദാനിയേൽ ആരായിരുന്നു? ഈ
ബാബിലോണിലുള്ള സകല കാര്യങ്ങളും പഠിച്ചൊരു വ്യക്തി. എന്തൊക്കെ? അവിടുത്തെ മന്ത്രവാദങ്ങൾ പഠിക്കേണ്ടി വന്നു, അവരുടെ സകല ജ്ഞാനവും പഠിക്കേണ്ടി വന്നു. പക്ഷെ ഇതൊക്കെ പഠിച്ചെങ്കിലും ദൈവത്തിനു വേണ്ടി നിൽക്കാൻ ആർക്ക് കഴിഞ്ഞു? ദാനിയേലിന്. ദാനിയേലിന് കഴിഞ്ഞു. അവിടെയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മൾ കാണുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചൊരു വാക്കുണ്ട്. എന്ത്? ഒരു ചെറിയ തെറ്റ് അബ്രഹാം ചെയ്തപ്പോൾ ദൈവഹിതമല്ലാതെ മിസ്രൈമിലേക്ക് താൻ പോയത് മൂലം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു. അത് തൻ്റെ തലമുറകളെ എങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ വായിച്ചു. ഇന്നും നമ്മൾ കണ്ടതാ, ഒരു പിതാവ് ചെയ്ത ചെറിയൊരു തെറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി അനുസരിച്ച് അത് തെറ്റായിട്ട് തനിക്ക് തോന്നിയില്ല. പക്ഷെ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വന്ന ഒരു തലമുറ. ബാബിലോണിലേക്ക് പോകേണ്ടി വന്നു. അവിടെ അവർ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, അതുമൂലം ജീവിതകാലം മുഴുവൻ ഷണ്ണന്മാരായി ജീവിക്കേണ്ടി വന്ന കുലീനന്മാരായ ഒരു തലമുറ. എന്നെ കേൾക്കുന്നവരെ, ബാബിലോണിൻ്റെ അടിമത്തത്തിൽ അവരാകേണ്ടി വന്നു. എന്നാൽ പിന്നീട് ദൈവം അവരെ മടക്കി വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എസ്രാ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ, നെഹമ്യാവ് എന്ന് പറയുന്ന ഗവർണറുടെ നേതൃത്വത്തിലൊക്കെ അവർ മടങ്ങി വരുന്നുണ്ട്. പക്ഷെ ദാനിയേൽ മടങ്ങി വന്നില്ല. തന്നോടുകൂടെ ഉണ്ടായിരുന്ന പലർക്കും അങ്ങനെ അവസരങ്ങൾ കിട്ടിയില്ല. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് കണ്ണുകളടയ്ക്കുക, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോടൊരു ഇന്നൊന്ന് സംസാരിക്കാം. ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ തെറ്റുകൾ, ദൈവഹിതമല്ലാതെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ എടുത്തുപോയ തീരുമാനങ്ങൾ, അതുമൂലം പല തലമുറകൾ ഇന്നും ദൈവിക സാന്നിധ്യത്തിലല്ലാതെ, നമുക്ക് പറയാൻ ഈസിയാണ്, മക്കൾ അങ്ങനെയാണ്, മക്കൾ ഇങ്ങനെയാണ്, അവരുടെ സ്വഭാവം മാറിയെന്നൊക്കെ. പക്ഷെ അതിന് കാരണക്കാരും പലപ്പോഴും നമ്മളാണ്. നമുക്കതൊന്നും തോന്നത്തില്ലെന്നേ, നമുക്കതൊന്നും തോന്നത്തില്ല. ഈ സിഖ്യാബിനോട് ദൈവികാലോചന വന്ന് പറയുന്നത്, നീ പറഞ്ഞത് നല്ലത്, പക്ഷെ എൻ്റെ കാലം ഇങ്ങനെ അങ്ങ് കഴിച്ചു പോകുമല്ലോ എന്നാണ് പറയുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ. നമ്മൾ പറയാം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ട്, ഞാനിത് ചെയ്യുന്നുണ്ട്, എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇന്ന് ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് എന്നോട് നിങ്ങളെയും വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുക. ഇത് നമുക്ക് മടങ്ങി വരാനുള്ളൊരവസ്ഥ. ഇന്ന് നാം ദൈവവചനം വളരെ വിശദമായി ആ രാജാവിനെ പറ്റി പറഞ്ഞു. അവർ ഈ ദൈവികാലോചന കേട്ടിട്ട് രാജാവോ പ്രഭുക്കന്മാരോ മഹത്തുക്കളോ തന്നെത്താൻ താഴ്ത്തിയില്ല. ഇന്ന് ഈ കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ ഒന്ന് തന്നെത്താൻ താഴ്ത്തി സമർപ്പിക്കാൻ കഴിയും. അങ്ങനെ താഴ്ത്തി സമർപ്പിച്ചാൽ, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് എൻ്റെ വചനം പ്രമാണിച്ചാൽ, ഞാൻ നിങ്ങളെ വാലല്ല തലയാക്കി തീർക്കാമെന്ന് പറഞ്ഞൊരു ദൈവം. നിങ്ങൾ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് നമ്മളോട് വാഗ്ദത്തം ചെയ്ത ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കരം ഇവിടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പറയാം, കർത്താവ്, എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ മൂലം, ഞാൻ ചെയ്ത പാപം മൂലം, ഞാൻ ചെയ്തു പോയത്, ഞാൻ പ്രവർത്തിച്ചു പോയത്, ഞാൻ സംസാരിച്ചു പോയത്, എൻ്റെ ഇടപാടുകളിൽ വന്നു പോയത്, എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ മൂലം കർത്താവെ, എൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. നഷ്ടപ്പെട്ടു പോയ തലമുറകൾക്കായി ഇന്ന് ഈ സമയത്ത് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ഉടരവറികന ബന ഹതുനഗരസ്തകരെ പൗഡൽ ഖനകാരികന ഉടവാരീകന രാജകര ഉടകര അംദനരകന. ഹല്ലേലൂയ കർത്താവെ. ആമേൻ. ദാനിയേലും കൂട്ടുകാരെയും കർത്താവെ, അല്ലെങ്കിൽ ബാബിലേക്ക് പോകേണ്ടി വന്നതിൻ്റെ പിൻചരിത്രത്തെപ്പറ്റി ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തനായ ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. എന്നാൽ ദൈവിക ആലോചനകൾക്ക് മുമ്പാകെ തങ്ങളെ താഴ്ത്തി സമർപ്പിക്കാൻ കഴിയാത്തത് മൂലമാണെന്ന് ഞങ്ങൾ അറിയുന്നപ്പോൾ,
ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് ഞങ്ങളുടെ വചനമാണല്ലോ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കർത്താവ് 3 സെഷനുകൾ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ഞങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണല്ലോ. അങ്ങ് അബ്രഹാമിനെ വിളിച്ചു ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഓ ഹാലലു, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. ഹാലലൂയ. കർത്താവ് ഇതൊക്കെ തൻ്റെ തലമുറകളെക്കുറിച്ചാണല്ലോ അങ്ങ് വാഗ്ദത്തം ചെയ്ത്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അവർ അനുസരണമില്ലാത്തവരായി, ഇന്ന് അവർ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്തവരായി, കർത്താവെ ഇന്ന് ഹാലലൂയ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നടക്കുന്ന പലരുണ്ട്. യൗവനക്കാരായിട്ടുള്ളവരുണ്ട്. കർത്താവെ വിവാഹപ്രായം എത്തിയ ഞങ്ങളുടെ തലമുറകളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളായിട്ടുള്ളവരുണ്ട്. ഇന്ന് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹാലലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദൈവാത്മാവിൻ്റെ ഒരു സാന്നിധ്യം അവരുടെ മേൽ ഇറങ്ങി വരേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനം പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ സ്വപ്നങ്ങളെ കാണുമെന്ന് ഞങ്ങളുടെ വചനം പറയുന്നല്ലോ. ഓ ആലലി, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കുമെന്ന് ഞങ്ങളുടെ വചനം പറയുന്നല്ലോ. ദർശനമില്ലാത്തടത്ത് കർത്താവ് യൗവനക്കാർ ആലലിയ വഴിതെറ്റിപ്പോകുന്നു ഞങ്ങളുടെ വചനം പറയുന്നല്ലോ. ഹാലലൂയ, ഹാലലൂയ കർത്താവെ, ഹാലലൂയ, ഹാലലൂയ. ഇന്ന് കർത്താവെ മടങ്ങി വരവിൻ്റെ ഒരു ദിവസമാക്കി മാറ്റണമേ. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി മാറട്ടെ. അവർക്ക് നല്ല ഭാവി ലഭിക്കട്ടെ. ശത്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ആമേൻ, 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 ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ദയമായി പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം കർത്താവെ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തിരുവചനത്തിനായി ഞങ്ങൾ അങ്ങോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, ഞങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ദൈവദാസന് കൂടെ നീ സംസാരിച്ച കൃപക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവെ ഇന്ന് രാത്രികാലം സഹായിച്ചല്ലോ. നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തലമുറകൾക്ക് ഹാലലുയ സ്തോത്രം. മാതാപിതാക്കൾ ചെയ്യുന്ന പാവങ്ങളും തലമുറകളിലേക്ക് പകർന്നു പോകുന്ന ഒരു അനുഭവമാണല്ലപ്പാ. ഇതിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ശരണം പ്രാപിക്കുകയാണ്. ഞങ്ങളുടെ തലമുറകളെല്ലാം രക്ഷിച്ച് നേർവഴിക്ക് നടത്തണമേ വീസപ്പാ. ദാസനെ കുടുംബമായി കരങ്ങൾ വായിക്കാൻ അനുഗ്രഹിക്കണമേ കർത്താവെ. കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കർത്താവെ, സ്തോത്രം കർത്താവെ. തനിക്ക് കൊടുത്തിരിക്കുന്ന കർത്താവെ സ്തോത്രം. ഈ മഹത്തായ ഈ കർത്താവെ സ്തോത്ര കൃപകൾക്കായി സ്തോത്രം. അനേകർക്ക് പകർന്നു കൊടുത്ത് അനേകരെ നിലനിർത്തുവാൻ കർത്താവ് നീ സഹായിക്കണമേ. ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെ ഓർത്തിനാൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ പാതകാക്കണമേ. അതിന് കുടുംബവും മക്കളെയും കർത്താവെ കരങ്ങളിൽ വഹിച്ചോളുമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ അങ്ങനെ തന്നെ പാതകാത്തു കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കഴിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, നാളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് നമ്മുടെ തലമുറ. അവരടിമകളായി പോയാൽ, അവർ ദൈവീക പാതയിലില്ലെങ്കിൽ, അവർ ഷണ്ണന്മാരെ പോലെ വരുന്നൊരു തലമുറകളെ വാർത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അനുഗ്രഹം എവിടെ പോകും പ്രിയമുള്ളവരെ? അതുകൊണ്ട് നമുക്ക് സീരിയസ് ആയിട്ട് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നോട് പലരും പ്രാർത്ഥിക്കാൻ പറയുന്നു, പലരും വിളിക്കുമ്പോൾ പല കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നു. അപ്പോഴൊക്കെ എനിക്ക് വിഷമമുള്ളൊരു കാര്യമാണ്, തലമുറകൾ നശിച്ചു പോകുന്ന ഒരു സമയം, അവരെ അടിമകളാക്കുന്ന, അവരെ എന്നേക്കും ദൈവിക സാന്നിധ്യത്തിൽ നിലനിൽക്കാതെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പല ദൈവിക ദാസന്മാരുടെയും തലമുറകൾ അവർ ദൈവവഴികളൊക്കെ വിട്ടുപോയി. അവർക്ക് ഇപ്പം ദൈവവചനത്തോടൊന്നും താല്പര്യമില്ല. പിന്നെ അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന എങ്ങനെ? അപ്പം ഇന്ന് ദൈവം എന്നെ നിങ്ങളെ അനുഗ്രഹിച്ചാൽ ആ അനുഗ്രഹം ക്യാരി ചെയ്യേണ്ടത് നമ്മുടെ തലമുറകളിലൂടെ. അവരില്ലെങ്കിൽ പിന്നെ ഈ അനുഗ്രഹം കൊണ്ട് വലിയ കാര്യമുണ്ടോ? അതുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പറയണം, കർത്താവേ, എൻ്റെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കും കൊണ്ട്, എൻ്റെ വായിലെ വാക്കുകൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് നമ്മളെന്ത് കരുത്, എൻ്റെ തലമുറകൾ നശിച്ചു പോകരുത്, എൻ്റെ തലമുറകൾ നശിച്ചു പോകരുത് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാര്യം ഇന്ന് നമ്മൾ കേട്ട വചനം അത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. കാര്യം എല്ലാവർക്കും മനസ്സിലാകണമെന്നുള്ള താല്പര്യത്തോടു കൂടാണ് ഞാനങ്ങനെ പറഞ്ഞത്.
റെഫറൻസ് ഒക്കെ പറഞ്ഞെങ്കിലും അധികം നമ്മൾ വായിച്ചില്ല. അതിൻ്റെയൊക്കെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ നമ്മളെടുത്ത് ഒരു മുൻസ്റ്റെപ്പ് എടുത്താൽ അതിൻ്റെ പിന്നിൽ വരുന്നതിൽ നമ്മളെന്തോ ചെയ്യും? ഒരുപക്ഷെ വീണു പോകും. അതെന്നേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അനുഗ്രഹത്തിലായിരിക്കത്തില്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പും ദൈവഹിതപ്രകാരം വെക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുള്ളവരായി നമ്മുടെ തലമുറകൾ അനേകായിരങ്ങളായി വർദ്ധിച്ചു വരത്തക്കവണ്ണം ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവരായി വളർന്നു വരുവാൻ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച കാണാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Praise the Lord.